നമസ്കാരം, ഞാൻ നിങ്ങളുടെ അഭിജിത് കുമാർ മീനാകുമാരി. ആൽഗോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ മാനുവൽ ട്രേഡിംഗ് എങ്ങനെ ചെയ്യുന്നുള്ളതും മെറ്റാ ട്രേഡർ 4 ഒരു മാനുവൽ ട്രേഡ് എടുത്തും കാണിച്ചായിരുന്നു. പ്ലസ് ഓട്ടോ ട്രേഡിങ്ങിൽ അതെന്താണെന്നുള്ളതും ഒരു ചെറുതായിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പൊതുവേ ട്രേഡിങ് ചെയ്യാൻ പോകുന്നവർ ചിലപ്പോൾ ഇത് ചിന്തിച്ചിട്ടായിരിക്കത്തില്ല ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ 4 ഏരിയ എപ്പോഴും ചിന്തിച്ചിട്ട് നമ്മൾ മാനുവൽ ട്രേഡിങ്ങിലോട്ടോ ഓട്ടോ ട്രേഡിങ്ങിലോട്ടോ പോയി കഴിഞ്ഞാൽ കുറേ കൂടെ നല്ലതായിരിക്കും. ഹെൽത്ത്, സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ, സൈക്കോളജിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ, ഈ ഏരിയാസ് എപ്പോഴും ട്രേഡറിന് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ഹെൽത്ത്, കണ്ടിന്യൂസ്ലി സ്ക്രീൻ മോണിറ്റർ ചെയ്യുന്ന കാരണം സ്ക്രീൻ ടൈം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലീപ്പ് പാറ്റേണിനെ അഫക്റ്റ് ചെയ്യും. റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്, ക്വാളിറ്റി സ്ലീപ്പ് അഫക്റ്റഡ് ആവാറുണ്ട്. സ്ട്രെസ്സ് വരുമ്പോൾ കോർട്ടിസോൾ ഹോർമോണിൻ്റെ റിലീസ് കാരണം അതത്ര നല്ലതല്ല ബോഡിക്ക്. അഡ്രിനാലിൻ, നല്ല ട്രേഡ്സ് എടുത്ത് ലാഭം കയറുമ്പോൾ നമുക്ക് അഡ്രിനാലിൻ, അല്ലെങ്കിൽ ലോസ് കാണുമ്പോൾ നമുക്ക് അഡ്രിനാലിൻ റഷ് ഉണ്ടാവാറുണ്ട്, നല്ലതല്ല. കണ്ടിന്യൂസ്ലി സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാരണം ഷോൾഡർ ഇഷ്യൂസ്, നെക്ക് ഇഷ്യൂസ്, ഹഞ്ച് ബാക്ക് പോലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. സോ പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം ട്രേഡേഴ്സ് ഫേസ് ചെയ്യണത്, അവർ പലപ്പോഴും ട്രേഡിലൊക്കെ എടുത്തിട്ട് മീൽസ് കറക്റ്റ് ടൈമിൽ കഴിക്കാതെ സ്കിപ്പ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഹെൽത്ത് മാറ്റി നിർത്തിയാൽ സോഷ്യൽ, ബിഹേവിയറൽ, സൈക്കോളജിക്കൽ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡറിനെ മാർക്കറ്റ് അവേഴ്സിൽ കല്യാണത്തിന് വിളിച്ചാലോ, ഹൗസ് വാമിങ്ങിന് വിളിച്ചാലോ, ഫ്രണ്ട്സിനോട് കറങ്ങാൻ വിളിച്ചാലോ, സിനിമയ്ക്ക് വിളിച്ചാലോ ഒക്കെ ഒരിച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി അവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും അവരുടെ ഫോണിൽ ട്രേഡ് ഓപ്പൺ ആയിരിക്കും. അത് കാരണം അവർ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. അവരുടെ ഉള്ളിനകത്ത് ട്രേഡിൻ്റെ കാര്യങ്ങളായിരിക്കും. ബിഹേവിയറിൽ എത്തുമ്പോൾ കുറച്ചും കൂടെ നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ സോഷ്യലിൻ്റെ പോയിന്റിൽ അവർ ട്രേഡ് കണ്ടിന്യൂസ്ലി ഫോണിൽ റൺ ചെയ്യുന്ന കാരണം അവർ പല ആക്ടിവിറ്റീസും ഇടയ്ക്കിടയ്ക്കൊക്കെ ഫോൺ നോക്കേണ്ടി വരും. പലപ്പോഴും പറയുന്ന കാര്യം ശ്രദ്ധിക്കാതെ പോകാറൊക്കെ ഉണ്ട്. ഇനി ബിഹേവിയർ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നല്ല ലാഭമുള്ള ട്രേഡ് രാവിലെ തന്നെ കിട്ടിയുണ്ടല്ലോ, അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും. ആ ദിവസം സൂപ്പറായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും, എല്ലാവരും ഹെൽപ്പ് ചെയ്യാനും ഒരു മോട്ടിവേഷൻ മൈൻഡ് സെറ്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഫാസ്റ്റ് ട്രേഡ് രാവിലെ തന്നെ പോയി, അതിന് ശേഷം അടുത്തുള്ള ഒരു ട്രേഡ് അതും ഇതേ കണക്ക് വൻ ലോസിലോട്ട് പോയി എന്ന് വിചാരിച്ചു. അത് ലോസ് എന്നല്ല, ചില സമയത്തൊക്കെ അക്കൗണ്ട് ബ്ലോ ഔട്ട് വന്ന രീതിയിൽ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ദേഷ്യം വരും, ഭയങ്കര വിഷമം വരും. ആ ഒരു മാതിരി ഒരു ഫീലാവും. നമ്മൾ സെൽഫ് ഡൗട്ടൊക്കെ അടിക്കാൻ തുടങ്ങുന്നതിൽ, മനസ്സിലായില്ലേ? അങ്ങനെ സെൽഫ് ഡൗട്ടൊക്കെ അടിച്ച് ഇനി എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ തോന്നും. അന്ന് നല്ലൊരു ദിവസമായിരുന്നെങ്കിൽ പോലും ഈ ഒറ്റ ട്രേഡ് കാരണം അന്നത്തെ ദിവസത്തിൻ്റെ മൂഡ് അങ്ങനെ മോശമായി പോകാറുണ്ട്. സോ ഇത് പല ട്രേഡേഴ്സും ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് കാണും. സോ അതൊരു വലിയ ഫാക്ടറാണ്. സോ സോഷ്യൽ, ബിഹേവിയറൽ, സൈക്കോളജിക്കൽ ഫാക്ടർ കുറച്ച് സീനാണ്. ലാസ്റ്റ് വരുന്ന ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിലും പലപ്പോഴും പല ആൾക്കാരും എല്ലാവരും ട്രേഡ് ചെയ്യുമ്പോൾ പറയുന്നൊരു കേസാണ്, നിങ്ങൾക്ക് കളയാനായിട്ട് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങൾ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം ട്രേഡിംഗ് എന്ന് പറയുന്നത് തന്നെ ചാൻസ് ഓഫ് ലൂസിങ് വളരെ ഹൈ ആണ്. റിട്ടേൺസ് കൂടുതലാണെങ്കിൽ ചാൻസ് ഓഫ് ലൂസിങ് ഇസ് വെരി ഹൈ. സോ നിങ്ങൾക്ക് കളയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെഷർ ആക്ടിവിറ്റിയിലോ എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ച് പൈസ അങ്ങനെ മാറ്റിയിടാനുണ്ടെങ്കിൽ മാത്രം, റിസ്ക് ചെയ്യാൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിലോട്ട് ഇടാവൂന്ന് പറയാറുണ്ട്. അല്ലാതെ നിങ്ങളുടെ സാലറി, നിങ്ങളുടെ ബിൽസിന് വച്ചിരിക്കുന്ന എമൗണ്ട്, ലോൺസ് അല്ലെങ്കിൽ ലെൻഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള പൈസ ദയവീത് ട്രേഡ്സിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫിനാൻഷ്യൽ പ്രഷർ. ഓരോ ട്രേഡും ലാഭം നമുക്ക് ബെറ്ററാണ്, പക്ഷേ ലോസ് ആണെങ്കിലോ മാർക്കറ്റ് ഈസ് ഹൈലി അൺസർട്ടൈൻ. നമുക്ക് അതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനകത്ത് ആ ആട്ടത്തിനനുസരിച്ച് കൂടെ ആടാനേ പറ്റുള്ളൂ. നമ്മൾ ആ കറക്റ്റ് ഡയറക്ഷനിലാണ് ആടുന്നതെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്, ഇല്ലെങ്കിൽ ലോസ്. സോ ഓൾവേസ് തിങ്ക് അബൌട്ട് ദ ഫിനാൻഷ്യൽ പാർട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് മറ്റുള്ള എല്ലാ ഏരിയയിലും പ്രഷർ തരും. സോ മാനുവൽ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇതെല്ലാം പറഞ്ഞത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓട്ടോ ട്രേഡിങ്ങിൽ നടക്കുന്നത്. സ്ക്രീൻ ടൈമില്ല, ജസ്റ്റ് ഡെയിലി ഏതെങ്കിലും ഒരു നേരം മാത്രം നമ്മളത് ജസ്റ്റ് നോക്കിയാൽ മതി. മെയിൻ്റെനൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ടോട്ടൽ ഡ്രോ ഡൗൺ ഉണ്ട്. ഒരു പെർട്ടിക്കുലർ എക്സ്പെർട്ട് അഡ്വൈസർ അല്ലെങ്കിൽ ബോട്ടിന് ഒരു ഡ്രോ ഡൗൺ ഉണ്ട്. അത് ആ ലെവൽ ക്രോസ് ചെയ്ത് പോയോ ഇല്ലേ എന്നുള്ളൊരു ജസ്റ്റ് നോട്ടം. അതൊന്നും വലിയ സംഭവമില്ല. ബാലൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്നുള്ളത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല. സോഷ്യൽ അഫക്റ്റ് ചെയ്യുന്നില്ല, ബിഹേവിയറൽ അഫക്റ്റ് ചെയ്യുന്നില്ല, സൈക്കോളജിക്കൽ പ്രോബ്ലം ഇല്ല. കാര്യം വെൽ ഡിഫൈൻഡ് ആണ്. ഇതിന് ഇത്ര ലാഭമേ കിട്ടുള്ളൂ, ഇത്ര ലോസേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഡിഫൈൻഡ് ആണ്. അപ്പം അത് ആ ബോട്ട് ആ ലെവലിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ക്യാപിറ്റലിന് മാക്സിമം കിട്ടാനുള്ള പ്രോഫിറ്റും മാക്സിമൽ കിട്ടാനുള്ള ഡ്രോ ഡൗണും ഡിഫൈൻഡ് ആണ്. സോ ഈ പറഞ്ഞ മാനുവലിനുള്ള ഒരു പ്രോബ്ലം ഓട്ടോ ട്രേഡിംഗ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാനുവൽ ട്രേഡിങ്ങിന് എതിരല്ല. മാനുവൽ ട്രേഡിങ്ങിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോമേഷനും ചെയ്യാം. മാനുവൽ ട്രേഡിംഗ് പഠിച്ച്
അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ ഓട്ടോമേഷൻ ഈ ഒരു 2 അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു അക്കൗണ്ട് ഓട്ടോ ട്രേഡിങ്ങിൽ ഇട്ടേക്കുക, കുറച്ച് എമൗണ്ട് അതിൽ ഇട്ടേക്കുക. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് പിന്നെ അതിനോട്ട് എമൗണ്ട് കൂട്ടി ഇട്ടിട്ട് റൺ ചെയ്യുക. മാനുവൽ ട്രേഡിങ്ങിൽ എപ്പോഴും നിങ്ങളൊരു ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ അവിടെ ലോസ് ആയാലും ഇല്ലെങ്കിലും മറ്റേ സൈഡിൽ നമുക്ക് ആക്ച്വലി അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഓട്ടോമേഷൻ ബോട്ടിനെ വേണം ചൂസ് ചെയ്യാനായിട്ട്. അവിടെ റോങ് ആയിട്ടുള്ള ഓട്ടോമേഷൻ ബോട്ടിനെ ചൂസ് ചെയ്താലും യു വിൽ എൻഡ് അപ്പ് ബ്ലോയിങ് യുവർ അക്കൗണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഇനി പറയാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഫോറക്സ് മാർക്കറ്റ് അവേഴ്സിൻ്റെ സ്ലൈഡറിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അതിനടിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. മുന്നോട്ടുള്ള വീഡിയോയിൽ നമ്മളിനി പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ടേംസ്. ഒബ്വിയസ്ലി ടെക്നിക്കൽ ടേംസ് അറിഞ്ഞിരിക്കണം. ഒരാൾ എന്തൊക്കെയാണ് ട്രേഡിംഗ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് എന്ന് അറിഞ്ഞാൽ നമുക്ക് ഓട്ടോമേഷനിൽ ആ ട്രേഡിംഗ് ടെക്നിക്കൽ ടേംസ് വെച്ചിട്ട് ഒരു എക്സ്പേർട്ട് അഡ്വൈസർ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ബോട്ട് നല്ലതാണോ മോശമാണോ എന്ന് വിലയിരുത്താനും അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.